സംബന്ധിച്ചിടത്തോളം പ്രവാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 62 രാജ്യങ്ങളിലാണ് മലയാളികൾ പ്രവാസികളുള്ളത്. കഴിഞ്ഞ കോവിഡിന് ശേഷം 16 ലക്ഷം GCCയിൽ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ അടുത്തുള്ള കണക്ക് അതല്ലാത്ത വേറെ ഉണ്ട്. തിരിച്ചു വന്നതിൽ 71% ആളുകളും തൊഴിൽ നഷ്ടപ്പെട്ടു വന്ന ആളുകളാണ്. കേരളത്തിൽ മാത്രം 35 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് കണക്കിൽപ്പെട്ടത്, അതല്ലാത്ത ഒരുപാട് വേറെയും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കേരളം തന്നെ ഒരു പ്രവാസത്തെ സ്വീകരിച്ച നാടായി മാറി. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് പകരം ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. 35 ലക്ഷം ആളുകൾ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ജില്ലയുടെ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ. ഈ തൊഴിലാളികൾ ഏറ്റവും അവർക്ക് മദ്രസകളുണ്ട്, സ്കൂളുകളുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫുൾ A+ കിട്ടിയ ബംഗാളിൽ പഠിച്ച കുട്ടികളുണ്ട്, ബംഗാളിലെ കുട്ടികളുണ്ട്. അവർ നന്നായി മലയാളം സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അത് കടന്ന് മാരേജ്, വിവാഹം, ഇവർ തമ്മിലുള്ള വിവാഹങ്ങളിലേക്ക് മലയാളി നീങ്ങിക്കഴിഞ്ഞു. പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് പൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പല സ്ഥലങ്ങളിലും വിവാഹം നടക്കുന്നത് ആൺകുട്ടികൾക്ക് കല്യാണം ശരിയാവണില്ല എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കണം അധികം ഈ ഇതര സംസ്ഥാന എഡ്യൂക്കേറ്റഡായി അവർ വേറൊരു ജീവിത രീതിയിലേക്ക് മാറി. നമ്മൾ ഗൾഫ് എന്ത് സ്വാധീനമാണോ നമ്മൾ ഉണ്ടാക്കിയത് അതിനൊരു പകുതി ഇമ്പാക്റ്റ് അവരുടെ ജീവിതത്തിലും കേരളവും ഉണ്ടാക്കിയിട്ട് അവരുടെ നാട്ടിൽ പോയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ പ്രവാസം ഏറ്റവും ആദ്യം ആരംഭിച്ച കമ്മ്യൂണിറ്റിയാണ് കേരളക്കാർ, മലയാളികൾ. വളരെ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവാസം ആരംഭിച്ചിട്ടുണ്ട്. UAE-യുടെ ഒരു മ്യൂസിയം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ സന്ദർശിച്ച ആളുകളായിരിക്കും. അവരുടെ പ്രവാസത്തിൻ്റെ ചരിത്രം അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരാണ് UAE-യെ ഒരുപാട് കാലം ചെയ്ത് സഹായിച്ച് അവരുടെ വിനിമയം, കറൻസി ഒരുപാട് കാലം ഇന്ത്യയുടെ കറൻസിയായി. അപ്പോൾ UAE-യെ നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്കാർക്ക് വലിയ പങ്കുണ്ട്, പ്രത്യേകിച്ചും മലയാളികൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴും മലയാളികൾ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യം തന്നെയാണ് UAE എന്ന് പറയുന്നത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മലയാളികളുടെ ഒരു പ്രവാസം എന്ന് പറയുന്നത് GCCയിൽ നിന്ന് മാറിപ്പോയി. GCCയിലേക്ക് 10 ആൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിൽ 50%-ലധികം GCC അല്ലാത്ത രാജ്യങ്ങളിലേക്കാണ്. പ്രവാസത്തിൻ്റെ ഒരു ട്യൂൺ എന്ത് ചെയ്തു, പ്രത്യേകിച്ച് യങ് ജനറേഷനായ ആളുകളൊക്കെ യൂറോപ്പിലേക്കാണ് അവരുടെ പ്രവാസം, വിദ്യാഭ്യാസം, അതേപോലെ അവരുടെ തൊഴിൽ മേഖലകളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GCCയിലാവുമ്പോൾ ആളുകൾ നാട്ടിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. യൂറോപ്പിലാവുമ്പോൾ ആ പ്രതീക്ഷയും വളരെ കുറവാണ്. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. കാരണം അവിടെ അവർ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുടുംബസമേതം താമസിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ ചെറുപ്പക്കാർ വളരെ ഷോർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ള കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ചെറുപ്പക്കാർ വളരെ ഷോർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരൊക്കെ അധികവും ഇത്തരം പ്രവാസങ്ങളിലേക്ക്, വിദ്യാസമ്പന്നരായ ആളുകൾ പ്രത്യേകിച്ച് ഇത്തരം പ്രവാസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രവാസത്തെ എല്ലാ പ്രവാസത്തെയും കണ്ണി ചേർക്കാൻ പ്രത്യേകമായൊരു ഘടകമുണ്ടാവും. ചില ആളുകൾ മലയാളി എന്നൊരു ഘടകം ഉണ്ടാവും, ജില്ലകളുണ്ടാവും, റവന്യൂ ഡിസ്ട്രിക്റ്റുകളുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പ്രദേശങ്ങളുണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരെയും കണക്ട് ചെയ്ത പ്രധാനപ്പെട്ട ഘടകം ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്ന ഘടകമാണ്. അപ്പോൾ ലോകത്ത് ഇപ്പോൾ ഞാൻ ഹൈദരാബാദിൽ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്, ജാമിയയ്ക്ക് ശേഷം. അപ്പോൾ നമ്മളവിടെ ഒരു SIO യൂണിറ്റ് ഉണ്ടാക്കി.
SI യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ആകെ 10 ആളോ 11 ആളാണ് SI യൂണിറ്റിൽ. ഈ 11 ആളും 6 സ്റ്റേറ്റിലുള്ള ആളുകളാണ്. അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ഈ സയ്യിദ് അബുൽ മൗദൂദി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് അള്ളാഹു പ്രത്യേകം ചില കൂലികൾ നൽകും, പദവികൾ നൽകും. ആ പദവിയിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ 11 പേരെ ഇന്ത്യയിൽ 6 സ്റ്റേറ്റിലുള്ള ആളുകൾ ഒന്നിച്ച് ഇരുത്തി എന്ന് പറയുന്നത്. അതും ഇസ്ലാമിൻ്റെ പേര്. അപ്പോൾ നിങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ആർക്കുണ്ടാവും? അബുൽ മൗദൂദിക്കുണ്ടാവും. അതേപോലെ നിങ്ങളൊക്കെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ഏതെങ്കിലും വ്യക്തികളോ സ്വാധീനങ്ങളോ ഉണ്ടാവും. ആ ആളുകൾക്ക് അതിൻ്റെ ഒരു പ്രതിഫലം എല്ലാ കാലത്തും ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്ന അതിൻ്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ സുഹൃതത്തിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. അപ്പോൾ അത് നമ്മളെ പ്രധാനമായും കണ്ണി ചേർത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനമാണ്, പ്രസ്ഥാന പ്രവർത്തനങ്ങളാണ്, പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റു ആക്ടിവിറ്റികളാണ് നമ്മളെങ്ങനെ ഒരുമിച്ച് ചേർത്തതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയും. അതിൽ ചില വ്യക്തികളുണ്ടാവും. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വ്യക്തികൾ അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പ്രവാസികളെല്ലാവരെയും സ്വാധീനിച്ചത് സംഘടനകളായിരിക്കില്ല, വ്യക്തികളായിരിക്കും. എല്ലാ പ്രവാസിക്കും പറയാനുള്ള കഥ എന്തായിരിക്കും? ഒരാശയ കഥയൊന്നും പറയാനുണ്ടാവില്ല. ആളിന്നെ സ്വാധീനിച്ചു എന്നതാണ് അധികം ആളുകളും പറയും. ഇപ്പം നമ്മളെ നാട്ടിൽ പ്രസംഗവും പുസ്തകമൊക്കെ വായിച്ച് കുറേ ആളുകൾ വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഘടകം പ്രവാസ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കുടുംബം ആയിരിക്കും. ആ കുടുംബവുമായിട്ട് നമുക്ക് മരണം വരെ അല്ലെങ്കിൽ മരണശേഷവും അവരുമായുള്ള ബന്ധം നമുക്ക് കൃത്യമായി. ഗൾഫിലെ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ ഒരു മേന്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ വലിയ കൃത്യമായ ബന്ധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ ഇടയടുപ്പമുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. നാട്ടിലൊക്കെ വന്ന് നമ്മളൊക്കെ പ്രസ്ഥാന പ്രവർത്തകർ തന്നെ ആയിരിക്കും, നാട്ടിൽ അത്ര ബന്ധമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നാട്ടിലുള്ള ആളുകൾ ഒന്നാമത് അവരുടെ ബിസി ആയിരിക്കും, വ്യത്യസ്തമായ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. രണ്ടാമതൊരു പ്രവാസത്തിൻ്റെ കൃത്യമായ ബന്ധം ഒരിക്കലും നമുക്ക് നാട്ടിൽ കാണാൻ കഴിയില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഗൾഫിൽ തന്നെയായിരുന്നു നല്ലത് എന്ന് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഗൾഫിൻ്റെയും പ്രവാസത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രവാസമല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോയാലും ആ പ്രത്യേകതകൾ നമുക്ക് ഗൾഫിൽ മാത്രമല്ല കാണാൻ കഴിയുന്ന ഒരു ഘടകം ആണ്. അപ്പോൾ ആ കൃത്യമായൊരു സാഹോദര്യം എന്ന് പറയുന്നത് ഗൾഫ് പ്രവാസകാലത്ത് ഇസ്ലാമിക പ്രവർത്തകർ പ്രത്യേകം അനുഭവിച്ച ഒരു ഗുണമാണ്. അത് വേറെ ആളുകൾക്ക് അങ്ങനെ കിട്ടിക്കൊള്ളണം എന്നില്ല. നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളെങ്ങനെ ഒരു കണ്ണി ചേർത്ത് നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനമായിരുന്നു. ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതമാണ് നമ്മളെ ഇപ്പോൾ വീണ്ടും ഇവിടെ ഒരുമിച്ചിരുത്തിയ നിങ്ങളൊരു പ്രത്യേക പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സംഗമം നടത്തിയിട്ടുള്ളത്. ആ സംഗമത്തിൽ അതിന് വരാൻ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രസ്ഥാന ബന്ധമാണ്. അപ്പോൾ 3-4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതിലൊന്ന്, നമ്മളെ അധികം ആളുകളും പ്രവാസം നിർത്തിയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, പ്രവാസികളായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പ്രവാസം എന്നതിന് തന്നെ വേറെ ഡെഫിനിഷൻ വന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മളൊക്കെ 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ അവിടെ നിൽക്കും. അങ്ങനത്തെ പ്രവാസമൊന്നും ഇവിടെ ഇപ്പം ഇല്ല. അത് വളരെ കുറവാണ്. വളരെ ചെറിയ ഒരു മാർജിനിലേക്ക് ആ പ്രവാസം മാറിയിട്ടുണ്ട്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. ഇപ്പോൾ പ്രവാസം എന്ന് പറഞ്ഞാൽ നാടും വീടും ഒരേപോലെ കണക്ട് ചെയ്യുന്ന ഒരു പ്രവാസമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. പിന്നെ നാട്ടിലൊരു സംസാരം, നാട്ടിലൊരു വിശേഷം എന്ന് പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമുള്ള കാര്യമൊന്നും അല്ലെന്ന്. ഇവിടെയുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് അതേസമയം അവിടെ അറിയാം. അപ്പോൾ അതുകൊണ്ട് കത്തുകളെന്ന് പറയുന്നത് പൂർണ്ണമായും നിലച്ചു, മെയിലുകൾ നിലച്ചു. പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ വന്നു. നിങ്ങളുടെ നാട്ടിൽ സംഭവിക്കുന്ന വാർത്ത നിങ്ങളുടെ നാട്ടിൽ അറിയുന്ന അതേ വേഗത്തിൽ നമുക്ക് അറിയാം. അതുകൊണ്ട് പ്രവാസികളും നാട്ടുകാരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അപരിചിതത്വം ഇല്ലാതെയായി. അപ്പം നാട്ടുകാരനാണ് ഇവിടെ വന്നൊരു അപരിചിതത്വം ഇല്ല. കാരണം അവിടുത്തെ എല്ലാ വാർത്താനും ഇവിടെ അറിയും, ഇവിടുത്തെ എല്ലാ വാർത്തകളും അവിടെയും അറിയും. അപ്പോൾ നാട്ടിൽ നിന്ന് ഒന്നാൾ വരാൻ പ്രത്യേകിച്ചൊരു വിശേഷം അയാൾക്ക് നിങ്ങളോട് പറയാൻ ഇല്ലാത്തൊരവസ്ഥ പ്രവാസിയിൽ വന്നു കഴിഞ്ഞു. കാരണം അത്ര വേഗത്തിൽ വിവരങ്ങൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഒന്നാമത് നമ്മൾ
അപ്പോഴും നമ്മുടെ ഒരു വാല്യൂസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം വിവരങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്, വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എം എ യൂസുഫ് അലി സാഹിബ് അബുദാബിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഒരു മനുഷ്യനും അതിൽ ജോലി ചെയ്യില്ല എന്നുള്ളതാണ്. മനുഷ്യന്മാർക്ക് ആവശ്യമില്ല ജോലി, മനുഷ്യന്മാരെ ആവശ്യമില്ല. ICICI എന്ന് പറയുന്ന ബാങ്ക് മുംബൈയിലൊരു ഹെഡ് ഓഫീസ് തുടങ്ങുന്നുണ്ട്. ഹെഡ് ഓഫീസിൽ അവരും പറയണത് 2030 പൂർത്തിയാവും. ആ ഓഫീസിലും മനുഷ്യന്മാരെന്ത് ചെയ്യില്ല ജോലി, ഒന്നെങ്കിൽ യന്ത്ര മനുഷ്യർ ഇല്ലെങ്കിൽ സെൻസറുകൾ. ഇപ്പോഴും സൂപ്പർ മാർക്കറ്റിലൊക്കെ സെൻസറുകളാണ് പല വർക്കുള്ളത്. അതേപോലെ തന്നെ അബുദാബി എയർപോർട്ടിൽ ബഹ്റൈനിലെ രാജാവ് വന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സെക്യൂരിറ്റി ഒന്നുമില്ല, ഒരു യന്ത്ര മനുഷ്യനാണുള്ളത്. ആ യന്ത്ര മനുഷ്യൻ മാത്രം മതി. കാരണം നിങ്ങളാലോചിക്കും, ഇപ്പം നമ്മുടെ നാട്ടിലൊരു MP MLA പോയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു മന്ത്രി പോയാൽ എന്തൊരു സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റി രാജാവ് ആരെങ്കിലും രാജാവിനെ ആക്രമിച്ചാൽ ഈ യന്ത്ര മനുഷ്യൻ എന്ത് ചെയ്യും, പ്രതിരോധിക്കും. രാജാവ് എവിടെയും പ്രസംഗിക്കാൻ പോയാൽ പോയിന്റ് ആര് കൊടുക്കും, യന്ത്ര മനുഷ്യൻ കൊടുക്കും. അപ്പോൾ പിന്നെ വേറെ ആവശ്യമില്ല. അപ്പോൾ ഒരൊറ്റ യന്ത്ര മനുഷ്യനായിട്ടാണ് രാജാവ് ഒരു എയർപോർട്ടിൽ വന്ന്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം മനുഷ്യന് ജോലി ഇല്ല എന്നൊന്നും പറയുന്ന അത്ര ഒരു ഷെയിമായിട്ടുള്ള കാലത്തല്ല. ജോലി ഇല്ല എന്നൊക്കെ അന്തസ്സോട് കൂടി പറയാം. കാരണം മനുഷ്യന്മാരെ ആവശ്യമില്ല. മനുഷ്യന്മാരല്ലാത്ത ആളുകളും ജോലി ചെയ്തു. ഇനി ആളുകൾക്ക് യന്ത്ര മനുഷ്യരെയും സെൻസറുകളെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ജോലി കൂടും, ശമ്പളം കൂടും. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജോലി കുറയും. കണ്ണൂർക്കാർ ഇവിടെ ഉണ്ട്. കണ്ണൂർക്കാർ 1-2 ആളെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂരിലുള്ള ആളുകൾ, കണ്ണൂരിൽ ഹോട്ടലിൽ വെയിറ്ററെ വെച്ചിരുന്നു അവർ. അത് പ്രത്യേക വാർത്തയായിരുന്നു. വെയിറ്റർ എന്താണ്, റോബർട്ട് നമ്മളെ മുന്നിൽ വന്നിട്ട് ചിക്കൻ ചില്ലി 65 ഒക്കെ ചോദിക്കും. അതൊക്കെ തെറ്റാതെ നമ്മളെ മുന്നിൽ കൊടുത്തുതരും. ഈ 65ഉം ചിക്കൻ ചില്ലിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ ഈ റോബർട്ടിന് എന്ത് ചെയ്യും, ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ വെയിറ്റർ എന്താണോ, കാരണം വിവരം കൊണ്ട് ലോകത്തിന് ഈ മനുഷ്യന് മികച്ചു നിൽക്കാൻ പറ്റൂല. നമുക്ക് വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെക്കാൾ വിവരമുള്ള ആൾ യന്ത്രങ്ങൾ ഇവിടെ. നമ്മൾ അധ്യാപകരൊക്കെ എപ്പോഴും കൂടെ ആവലാതി പറയണത് എന്താണ്, ഒരു മര്യാദക്ക് കോളേജിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നാണ്. കാരണം എന്താണ്, ഈ ആളുകൾക്ക് മൊബൈലുണ്ട്, ഇതൊക്കെ സെർച്ച് ചെയ്യും. മാഷ് പറഞ്ഞാൽ ശരിയാണോ എന്ന് ആര് ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു സ്കലിതം പറ്റിയാൽ പിന്നെ ആ മാഷിൻ്റെ ക്ലാസ്സിൽ ആരും വരില്ല, കുട്ടികൾ വരില്ല. അധ്യാപകർക്കും വെല്ലുവിളിയാണ്. ഒന്നെങ്കിൽ മര്യാദക്ക് പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് അധ്യാപകർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ വിവരങ്ങളെ കാലത്ത് നമ്മളെ പ്രത്യേകമായും ചേർത്ത് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ആ വിവരങ്ങളെ കാലത്തും വളരെ ഇൻഫോർമേഷൻ. നിങ്ങൾ സൗദി അറേബ്യ സോഫിയ എന്ന് പറയുന്ന ഒരു യന്ത്ര മനുഷ്യക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തു, പൗരത്വം കൊടുത്തു. അവരിങ്ങനെ ട്രെയിൻ ചെയ്ത് ആ യന്ത്ര ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവർ ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവർ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇൻട്രാക്ട് ചെയ്താൽ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഇമോഷനൊന്നുമില്ല. നമ്മളിങ്ങനെ വെറുതെ ചിരിക്കാൻ പറ്റില്ല. ചിരിക്കുമ്പോൾ ഒരു സന്തോഷം മുഖത്ത് വേണം. കരയണ സമയത്ത് എന്ത് ചെയ്യണം, അതായത് ഇമോഷൻ നമ്മുടെ മുഖത്ത് വേണമല്ലോ. കരയുമ്പോൾ നമുക്കൊരു ദുഃഖം ഉണ്ടാവും. പക്ഷെ അതൊന്നുമില്ല, ഇമോഷൻ വർക്ക് ചെയ്യണില്ല. പക്ഷേ മനുഷ്യൻ്റെ എല്ലാ രൂപങ്ങളുണ്ട്. അപ്പോൾ യന്ത്ര മനുഷ്യർക്ക് പൗരത്വം നൽകുകയാണ് രാജ്യന്മാർ. നമ്മളെ രാജ്യം ചെയ്യണം മനുഷ്യന്മാരെ പൗരത്വം എന്ത് ചെയ്യാണ്, പുറത്താക്കുക. ലോകത്ത് ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാത്ത ആളുകൾ ഫില്ല് ചെയ്യണം എങ്ങനെയാണ്, യന്ത്ര മനുഷ്യന്മാർക്ക് പൗരത്വം കൊടുത്തിട്ട് അവരുടെ ഈ ഫില്ല് ചെയ്യണം. അപ്പം നമ്മളെ നാട്ടിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് എന്നാൽ മുസ്ലിം വേണ്ട എന്ന് പറഞ്ഞ് പൗരത്വത്തിൽ നിന്ന് മനുഷ്യന്മാരെ പുറത്താക്കുന്ന ലോകത്തെ ഏക രാജ്യമാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മനുഷ്യന്മാരെ കിട്ടാനില്ലാത്തതുകൊണ്ട് യന്ത്ര മനുഷ്യർക്ക് പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത്. അപ്പോൾ യന്ത്ര മനുഷ്യരും അതുപോലെ ഇൻഫോർമേഷൻ്റെ ഒരു ഫ്ലഡ്, ഒരു തള്ളിച്ച, ഒരു പ്രളയം ഇന്നത്തെ ലോകത്ത് നമുക്ക് വലിയ ഒരു ഭീഷണി, വെല്ലുവിളി. ഇപ്പം ഈ സ്ഥാനാർത്ഥി നിന്ന ആളുകളുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഇവിടെ മെമ്പർ ഇവിടെ, ഈ സ്ഥാനാർത്ഥിമാരൊക്കെ ഒന്നും പ്രചരണത്തിന് ഉപയോഗിക്കണം എന്താണ്, AI ടൂളുകളാണ്. നമുക്ക് AI-യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ വസ്തുതകളും വസ്തുതകളല്ലാത്തതും, സത്യവും കളവും തമ്മിലുള്ള വ്യത്യാസം നേർത്ത് വരുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെപ്പോലെ വേറൊരാളെ ക്രിയേറ്റ് ചെയ്യാം ലോകത്ത്. അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഈ അസത്യം എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രചരിച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ അസത്യം പ്രചരിപ്പിക്കുന്നതിന് ആൾക്ക് യാതൊരു എളുപ്പമില്ല. ഇപ്പം നിങ്ങൾ CPM-ൻ്റെ ഒക്കെ പ്രചരണങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ കാശ്മീരിൽ എന്താ പറഞ്ഞത്,
UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, ഞാൻ അതിൽ ഉറച്ചു നിൽക്കും, മാപ്പ് പറയില്ല എന്നൊക്കെ അദ്ദേഹം പറയും. എന്ന് പറഞ്ഞാൽ ഈ അസത്യങ്ങൾ പ്രചരിപ്പിക്കുക. പാലക്കാട് 3 കലാപത്തിന് തിരികൊളുത്തി ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ഇന്നേ വരെ ഈ രാജ്യത്ത് ഒരു പ്രദേശത്ത് ഒരു കലാപം പോയിട്ട് ഒരു വർഗീയ പരാമർശം പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുണ്ടതായ ഒരു ഏജൻസിക്കോ ഒരു അന്വേഷണ കമ്മീഷനോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നൽകാൻ സാധിക്കാത്ത അത്രയും ക്രിസ്റ്റൽ ക്ലിയറായ ജീവചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് 7.5 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്ത് ജീവിച്ച പ്രസ്ഥാനം. പക്ഷേ ഇത് മനസ്സിലാവുമ്പോഴേക്കും എന്ത് ചെയ്തു, ഈ കളവുകൾ ആളുകളുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സത്യവും അസത്യവും തമ്മിലുള്ള ബന്ധങ്ങൾ നേർത്ത് കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഡിഫറൻസ് നേർത്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മനുഷ്യൻ എന്ന നിലയിൽ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക്, ആ ഉത്തരവാദിത്തങ്ങൾ ഒന്ന് ഇമോഷനാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, ഇമോഷനാണ്. ഇൻഫോർമേഷൻ മാത്രമല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, ഇമോഷൻ കൂടിയാണ്. ഒരു യന്ത്ര മനുഷ്യനും ദയ എന്ന് പറഞ്ഞ വികാരം ഉണ്ടാവില്ല. ഒരു യന്ത്ര മനുഷ്യനും മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള പാടില്ല. ഒരു യന്ത്ര മനുഷ്യനും അതുപോലെ തന്നെ കാരുണ്യം, വാത്സല്യം, സ്നേഹം, ഈ വികാരങ്ങളൊന്നുമില്ല. മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്നത് ഇൻഫോർമേഷൻ മാത്രമല്ല, ഇമോഷനാണ്. ഇമോഷണൽ ഇൻ്റലിജൻഷ്യ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ല, ബർദുബയിലെ വിവരം അറിയാൻ ഇവിടെ ഒരുമിച്ച് കൂടേണ്ട ആവശ്യം ഇല്ല. നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ആ ഇമോഷനാണ് മനുഷ്യന്മാരെ മനുഷ്യരായി ഇനിയും ഭൂമിയിൽ നിലനിർത്തുക എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഇമോഷൻ നമ്മൾ തലമുറകൾ എന്ത് ചെയ്യണം, കൈമാറണം. നിങ്ങളെ കുട്ടിക്ക് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കൽ മാത്രമല്ല ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തം, ഏറ്റവും നല്ല ഇമോഷൻ ആ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ദയാകാരുണ്യം എന്നൊക്കെ ആര് പഠിപ്പിച്ചു കൊടുക്കണം? എൻ്റെ കുട്ടിക്ക് ഞാൻ പഠിപ്പിക്കണം, നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാലയിൽ നിന്ന് വിവരം കിട്ടുന്നതിനേക്കാൾ മൂല്യവത്തായ വിവരമാണ് ഈ കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതെയാകുമ്പോൾ നമ്മളെ കുട്ടികൾ അസ്തിത്വ പ്രതിസന്ധി ഉണ്ടാകും. അസ്തിത്വ പ്രതിസന്ധി ഉണ്ടാകും. സ്യൂസൈഡ് എന്ത് ചെയ്യും? സ്യൂസൈഡ് എല്ലാ വർദ്ധിക്കുകയാണ്. സ്യൂസൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ വിദ്യാസമ്പന്നരാണ്, നല്ലൊരു ശതമാനം. നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പം അതുകൊണ്ട് ഈ ഒരു ഡിപ്രഷനിലേക്ക് ആളുകൾ വരികയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസത്യവും സത്യവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ട് ആളുകൾക്ക് ജീവിതത്തിൻ്റെ ഒരു മർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ മനുഷ്യന് ഏറ്റവും വലിയ അസുഖം എന്താ? ഡിപ്രഷനാണ്. കുട്ടികളൊക്കെ പെട്ടെന്ന് വയലൻ്റ് ആവും. ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ എന്ത് ചെയ്യും? തട്ടിക്കയർ എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഴക്കത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ. അപ്പോൾ ആ കുട്ടിയായി വീണ്ടെടുക്കാൻ, ഒരു പൗരനായി വീണ്ടെടുക്കാൻ, ഒരു തലമുറയിൽ ഏറ്റവും നല്ല മനുഷ്യനായി വീണ്ടെടുക്കാൻ ഈ ഇമോഷൻ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? 1000 യന്ത്ര മനുഷ്യന്മാർ ഒരു ഫാക്ടറി ജോലി ചെയ്താലും ഒരു ഉമ്മയുടെ ജോലി ചെയ്യാൻ ഒരു യന്ത്ര മനുഷ്യന് കഴിയും. ഒരു ഉപ്പയുടെ ജോലി ചെയ്യാൻ ഒരു യന്ത്ര മനുഷ്യന് കഴിയില്ല. മൂന്നാമത്തെ അധ്യാപകൻ്റെ ജോലി ചെയ്യാനും. കാരണം അധ്യാപകം കൊടുക്കണം എന്താണ്? വിവരമല്ല, ഇമോഷൻ. വിവരം കൊടുക്കാൻ അധ്യാപകൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് 4ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചൊരു അധ്യാപകൻ നിങ്ങൾ IAS കാരനായി സിവിൽ സർവീസ് പട്ടം ഏറ്റുവാങ്ങുന്ന ഒരു സദസ്സെന്ന് ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ ടീച്ചർ കരയും. ആ ടീച്ചർക്ക് നിങ്ങളായിട്ടുള്ള നമ്മളെ ബന്ധം എന്താണ്? ഇമോഷനാണ്. ഞാൻ 4ാം ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടാണ് IAS ആയി എന്ന് വിശ്വസിച്ചിട്ടല്ല, പക്ഷെ നിങ്ങളായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ഈ അറ്റാച്ച്മെൻറ്റ് തലമുറകളായി നിലനിർത്തേണ്ട ബാധ്യത കുടുംബങ്ങൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്. അത് കുടുംബത്തിൽ പകർന്നു കൊടുക്കേണ്ട വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം ഇല്ലാതെ പോയാൽ നമ്മൾക്ക് കിട്ടേണ്ട എല്ലാ ഇമോഷനും ബ്രേക്ക് ചെയ്തു പോകും. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം നമുക്ക് കൂടിയതിന് ശേഷമല്ലേ വൃദ്ധസദനങ്ങൾ കൂടിയത്. പൈസക്കാരനല്ലേ ഉപ്പാനും ഉമ്മാനും കൊണ്ടായത്. കാരണം എനിക്ക് വരാൻ സമയമില്ല, അമ്മ മരിച്ചു, ഉപ്പ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ടിക്കറ്റിൻ്റെ ഫെയറൊക്കെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് 4 ദിവസം ലീവ് എടുത്താൽ എനിക്ക് എന്നൊക്കെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടാണ് വാപ്പാനും ഉമ്മാനൊക്കെ ആളുകൾ നോക്കുക. ഇവരൊക്കെ 100% എഡ്യൂക്കേറ്റഡാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയണമെന്നും മനുഷ്യൻ രക്ഷിക്കൂല.
ഇത്തരം ചില വാല്യൂസ് ഉണ്ടാവണം. ഈ വാല്യൂസ് പകർന്നു നൽകാൻ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു സംവിധാനവും ഇല്ല. അതുകൊണ്ട് നമ്മൾക്കതിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് പ്രവാസം കഴിഞ്ഞു വന്ന ആളുകൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് എന്നാണ് എനിക്ക് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ചില മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ കണക്ഷനാണ്. ഖുർആനായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചില ആളുകൾ ഗൾഫിലൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി ജീവിച്ച ആളുകളുണ്ടാവും. ഇത്ര പേജ് ഖുർആൻ ഓതി, ഇത്ര ഖുർആൻ പഠിച്ച്, ഖുർആൻ സ്റ്റഡി സെൻ്ററിലൊക്കെ സജീവമായിട്ട്. ഞാൻ അന്ന് ഒരാഴ്ച അവിടെ താമസിച്ചു എന്ന് പറഞ്ഞല്ലേ, അവിടെ നാളെ ഖുർആൻ സ്റ്റഡി സെൻ്റർ ഉണ്ട്, കുറേ ധാരാളം ആളുകൾ അതിൽ വരാറുണ്ട്. അപ്പം അങ്ങനെ അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെയില്ല, ഖുർആനുള്ള ബന്ധമൊക്കെ പോകും, വേറൊരു ലോകത്തേക്ക് പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളൊരു കണക്ഷൻ പടച്ചോനായിട്ടുള്ള കണക്ഷനാണ്. ഈ പടച്ചോനായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ നിലനിർത്താൻ 3 കാര്യങ്ങളാണ് ഒരു വിശ്വാസി എപ്പോഴും സ്വീകരിക്കേണ്ടത്. ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തെ നമസ്കാരമാണ്, മൂന്നാമത്തെ പ്രാർത്ഥനയാണ്. ഈ 3 കാര്യം. അപ്പോൾ ഖുർആൻ ഇല്ലാതെ പടച്ചോനായിട്ട് ഒരു കണക്ഷൻ ഇല്ല. കാരണം അള്ളാഹു ദിക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? ഇപ്പം ഗസയിലെ ആളുകളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക, അവരേറ്റവും കൂടുതൽ ഖുർആനിനെ സ്നേഹിച്ച ആളുകളാണ്. ഖുർആനെ സ്നേഹിച്ച ആളുകൾ. അവിടെ 6 വയസ്സായ മറിയം എന്ന് പറയുന്ന കുട്ടി, വാപ്പയും ഉമ്മയും അനുജനും രക്തസാക്ഷിയായ കുട്ടി പറയാണ്, ഞാൻ ഈ ദുഃഖം മറക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ഓരോ ആഴ്ചയിലും ഖുർആൻ മുഴുവൻ എന്ത് ചെയ്യും, പാരായണം ചെയ്ത് തീർക്കുമെന്നാണ്. ഖത്തമുൽ ഖുർആൻ എന്നാണ്. അപ്പോൾ ആഴ്ചയിൽ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്ന, തലയ്ക്ക് മീതെ അപ്പാശയും F-16 ഒക്കെ ഉള്ള ഒരു കുട്ടി ജീവിക്കണ ലോകത്ത് തന്നെയാണ് നമ്മളും ജീവിക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആനായിട്ടുള്ള ബന്ധം, ഹാഫിദ് ആവുക. ഇപ്പോൾ ഈ ഇവിടെ 77 വയസ്സായ ഉമ്മയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഗസയിലൊരു ഹിഫ്ലിൻ്റെ സന്നദ്ധാന പരിപാടിയിൽ അധ്യാപികയായിട്ടുള്ള ആരാണ്? 77 വയസ്സായ ഒരു ഉമ്മ. വേറൊരു 70 വയസ്സായ ഉമ്മയെ നമ്മൾ കണ്ടു. മന്ദല്ലദീ യഖ്രിദുല്ലാഹു ഖർളൻ ഹസന, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ കടം കൊടുക്കുന്നവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാണ് എന്ന് ഞങ്ങൾ പറയും. കാരണം എൻ്റെ 3 കുട്ടികളെ കൊടുത്തു, എൻ്റെ 3 പേരക്കുട്ടികൾ അള്ളാഹ്ക്ക് കൊടുത്തു, എൻ്റെ ഏറ്റവും നല്ല ഭവനം അള്ളാഹ്ക്ക് കൊടുത്തു, എൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ എന്ത് ചെയ്തു, പകർന്നു തരിപ്പടായി. അപ്പം ഇങ്ങനെ ഖുർആനുമായി ആശയപരമായും വൈകാരികമായും ബന്ധം പുലർത്തി ജീവിക്കുന്ന ഒരു ജനതയാണ് ഗസയിലുള്ള ജനങ്ങൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ജീവിതത്തിൽ എപ്പോഴും ആശയപരമായും വൈകാരികമായും പടച്ചോനങ്ങൾ ബന്ധപ്പെടാൻ തീരുമാനിച്ചാൽ ആദ്യത്തെ ഉപാധിയാണ് ഖുർആൻ. ഇപ്പോൾ ഖുർആൻ നമ്മുടെ ജീവിതത്തെ സിസ്റ്റമാറ്റിക്കായി തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതിനൊരിക്കലും ആ കണക്ഷൻ നമ്മൾ നിർത്തിപ്പോകാൻ പാടില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ സാഹോദര്യമാണ്. ഇപ്പോൾ നിങ്ങളിവിടെ ഇത്രയും ആളുകൾ വന്നത് കുറേ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. ഈ വിവിധ ആളുകൾ വന്നത് ഇസ്ലാമിക പ്രസ്ഥാനം നമ്മൾ സൃഷ്ടിച്ചൊരു സാഹോദര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മ അവരുടെ ഉഹുവത്താണ്, സാഹോദര്യമാണ്. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട സമൂഹമായി അവർ മാറും. അപ്പോൾ നമ്മൾ ഈ സാഹോദര്യം നമ്മൾ സ്വർഗത്തിൽ വരെ നിലനിർത്താനുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മളൊക്കെ പ്രാർത്ഥനയിലും അതാണ്ടാവണം. അതേപോലെ ബർദുബായിൽ നമ്മൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞതുപോലെ സ്വർഗത്തിലും അള്ളാഹുവെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം ആ പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? നമ്മുടെ സാഹോദര്യമാണ്. മഹാനായ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പേർഷ്യ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് യൂഫ്രട്ടീസ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു സൈനികൻ്റെ തോൽപാത്രം താഴെ വീണു. വെള്ളം കൊണ്ടുവന്ന തോൽപാത്രം താഴെ വീണു. എല്ലാ സൈനികരും നദിയിലേക്ക് എടുത്തു ചാടി. അപ്പോൾ ഇത് മുകളിൽ നിന്ന് ആര് കാണുന്നുണ്ട്? റുസ്തം എന്ന് പറയുന്ന സേനാനായകൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ എല്ലാവരും അവർ നദിയിൽ ചാടിയത് എന്ന് ചോദിക്കുക. അപ്പോൾ ആ നദിയിൽ ചാടിയത് ഒരാളുടെ തോൽപാത്രം പോയിട്ടാണെന്ന് വേറൊരു സൈനികൻ വിവരം കൊടുത്തപ്പോൾ റുസ്തം പറയാണ്, അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ തല പോയാൽ എന്തായിരിക്കും അവസ്ഥ? തോൽപാത്രം പോയിട്ട് ഇങ്ങനെയാണെങ്കിൽ തല പോയാൽ. അപ്പോൾ ഈ ഉഹുവത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു, അതുകൊണ്ട് നമ്മളെ എന്താണോ ഈ സാഹോദര്യ ബന്ധത്തിലേക്ക് നയിച്ചത് ആ വികാരം നമ്മൾ മനസ്സിലാക്കി അത് പരസ്പര ഗുണകാംക്ഷയോടുകൂടി എല്ലാ കാലത്തും നിലനിർത്തുക. നമ്മുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും പരസ്പരം നമ്മൾ എന്ത് ചെയ്യുക? ആളുകളെ ചേർത്ത് നിർത്തുക. സന്തോഷത്തിൽ പങ്കുചേരുന്നത് പോലെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരുക. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളവരെ സഹായിക്കുക, ചേർത്ത് പിടിക്കുക. അതൊക്കെ നമ്മുടെ ഒരു ബാധ്യതയാണ്. ഈ ഉഹുവത്തിൻ്റെ ബാധ്യതയായി നമ്മൾ കൊണ്ടുപോകണം. മൂന്നാമത്തെ കാര്യം സാമ്പത്തികമായ നമ്മുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
ഇതിലിപ്പോൾ പകുതി ആളുകളും പ്രവാസം നിർത്തിയ ആളുകളായിരിക്കും തോന്നുന്നു. കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ സന്ദർഭങ്ങളുണ്ടാവും. ഈ സന്ദർഭങ്ങൾ അനുസരിച്ച് നമ്മളെ സാമ്പത്തിക ഘട്ടങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിതത്തെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. പല ആളുകളും ഗൾഫ് നിർത്തി വന്നതിന് ശേഷം കുടുംബ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളിതുണ്ട് എന്നല്ല പറയണേ. കാരണം നേരത്തുള്ള സ്റ്റാറ്റസ് ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടല്ല നിങ്ങളിത് ഷെയർ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം ഭർത്താവ് തൻ്റെ സാമ്പത്തിക സ്ഥിതി പറയേണ്ടത് ആരോട് തന്നെയാണ്? ഭാര്യനോടും മക്കളോടാണ്. നാട്ടുകാരൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വരാൻ തുടങ്ങുകയാണ്. ആ പാർട്ട്ണർഷിപ്പിൻ്റെ കായ്, ഈദിൻ്റെ പൈസ എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ഏത് പാർട്ട്ണർഷിപ്പ് എന്ന് ആര് ചോദിക്കും? ആ പരിപാടി പാടില്ല. കാരണം നിങ്ങളെ ജീവിതത്തെ സിസ്റ്റമാറ്റിക് ആക്കി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ആർക്കുണ്ട്? കുടുംബത്തിനുണ്ട്. അത് അവസാനം അവരറിഞ്ഞാൽ എന്ത് ചെയ്യും? അവരറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പഴയ രീതിയിൽ ജീവിക്കും. പഴയ സ്വഭാവത്തിൽ, പഴയ മീൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബജറ്റിൻ്റെ വോള്യത്തിൽ അവരെന്ത് ചെയ്യും? എനിക്കിപ്പോൾ 10,000 റുപ്യേൻ്റെ വരുമാനമുള്ളൂ എന്ന് പറഞ്ഞാൽ 9,000 റുപ്യക്ക് 6,000 റുപ്യക്ക് ഒരാൾ ജീവിക്കണമല്ലോ. ഒരു 40% ഒരു മനുഷ്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും നിക്ഷേപത്തിലേക്കും പോകണം. ബാക്കി 60% കൊണ്ടേ മനുഷ്യൻ ജീവിക്കാൻ പാടും. അങ്ങനത്തെ ആളെ എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്ര വരുമാനമുള്ളൂ, ഇതിൻ്റെ 60% കൊണ്ട് ജീവിക്കണം എന്നൊരു മൈൻഡ് നമ്മുടെ കുടുംബത്തിൽ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കല്യാണം, ആദ്യത്തെ കുട്ടീൻ്റെ കല്യാണം നടത്തിയപ്പോൾ 1000 ആളെ വിളിച്ചു, അല്ലെങ്കിൽ 2000 ആളെ വിളിച്ചു. രണ്ടാമത്തേനെ വിളിക്കരുത്. ആദ്യത്തിൻ്റെ 2000 വിളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തേനെ വിളിക്കേണ്ടി വന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു അച്ചടക്കം പാലിക്കണം. ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തകർ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നതാണ്, നിങ്ങൾ നിക്ഷേപത്തിൽ, കച്ചവടത്തിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ എല്ലാം ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ അനുശാസിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. സൗഹൃദങ്ങളൊക്കെ വേറെ, ഇടപാട് ആമിലൂക്കല്ല ചാനി. സ്വന്തം ബാപ്പാക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അളന്ന് കൊടുത്തോളൂ എന്നാണ്. ബാപ്പ തരുമൊന്നും വേണ്ട, പക്ഷെ കൊടുക്കണം. ബാപ്പ മകന് തരുമ്പോൾ എന്ത് ചെയ്യണം? എണ്ണി തരണം. പൈസ എണ്ണി വാങ്ങണം. അയാൾക്കാണ് സാമ്പത്തികമായി എന്ന് അത് വിശ്വാസമൊക്കെ സൗഹൃദങ്ങളൊക്കെ സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. എനിക്ക് തന്നെ അറിയാവുന്ന പല കുടുംബങ്ങളും ഗൾഫിന് മുമ്പും ശേഷവും അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഇംബാലൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. പലിശയായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇടപാടുകൾ, അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി, അതിൽ വളരെ നിഷ്കർഷത, ഒരു തരത്തിലുള്ള ഒബ്ജക്ഷൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നിലനിർത്തിക്കൊണ്ടുപോകും. ഒരിക്കലും ഹറാമായ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ഇടവരരുത്. 3 ആളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. 3 ആളുകൾക്ക് വേണ്ടി വേറെ ഒരാൾ പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കൂല. രണ്ടാമത് പറഞ്ഞ കുറച്ച് കടുപ്പുള്ള കാര്യമാണ്. ഇയാളൊന്ന് നന്നാക്കി കൊടുക്കുക പഠിച്ചവനെന്ന് വേറെ ആൾ പ്രാർത്ഥിച്ചാലും അല്ലാഹു. ആ 3 ആളിൽ ഒന്ന് താരിഖു സ്വലാത്ത്, നിസ്കാരം ഒഴിവാക്കിയ ആളാണ്. അയാളോട് പഠിച്ചോളൂ, ഒരു കോംപ്രമൈസും ഇല്ല, നിസ്കരിച്ചു പോവാ എന്നുള്ളതാണ് ആദ്യം. രണ്ടാമത്തെ എന്താണ്? ഹറാമ് സമ്പാദിക്കുകയും ഹറാമ് ഭക്ഷിക്കുകയും ചെയ്ത ആളാണ്. അയാൾ പ്രാർത്ഥിച്ചാൽ മത്അമുഹു ഹറാം വ മൽബസുഹു ഹറാം വ അന്നാ യുസ്തജാബു ലഹു, കഴിക്കണ ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രമൊക്കെ ഹറാമാണ്. പിന്നെ എങ്ങനെ പഠിച്ചോൻ അയാൾക്ക് ഉത്തരം കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3-ാമത്തെ ആൾ കുടുംബ ബന്ധം വിച്ഛേദിച്ചാണ്. സ്വന്തം അനിയനോട് മിണ്ടാത്ത, പെങ്ങളെ വീട്ടിലേക്ക് ഇതുവരെ പോകാത്ത, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഉടപ്പിറപ്പുകൾ എന്ന് പറയില്ലേ, ഇവരായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ നിസ്കരിച്ചിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. പഠിച്ചോതിങ്ങനെ വെക്കും, നന്നായി വാ എന്നിട്ട് സ്വീകരിക്കാന്നാണ്. നന്നായി വാ എന്നിട്ട് ആ കർമ്മം തട്ടൂല, നന്നായി വാ എന്ന് അല്ലാഹു പറയും. അപ്പോൾ നമ്മളെന്ത്, ഈ 3 ആളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കൂല, ഇയാൾക്ക് വേണ്ടി വേറെ ഒരാൾ പ്രാർത്ഥിച്ചാലും കേൾക്കൂല. നബി തിരുമേനി ഇത്രത്തോളം പറഞ്ഞ, ഒരാൾ അറഫയിലെത്തി പ്രാർത്ഥിച്ചാൽ അല്ലാഹു വിളിച്ചു പറയും, ലാ ലബ്ബൈക് വലാ സഅദൈക്, നീ ഇവിടെ വന്നിട്ടില്ല, നിന്റെ ഹജ്ജും ആവശ്യമില്ല, നിന്റെ ലബ്ബൈക്ക് ആവശ്യമില്ല, കൊണ്ടുപോടോ ഇവിടുന്ന് എന്നളിച്ച അല്ലാഹു ആട്ടുന്ന മനുഷ്യൻ. ആരാണ് നബിയെ ഈ മനുഷ്യൻ എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുടുംബബന്ധം വിച്ഛേദിച്ച ആളാണ്. അപ്പോൾ ഈ അതിൽ ഹറാമായ സമ്പാദ്യം, നമ്മുടെ ഹറാം എന്ന സമ്പാദ്യം തലമുറകൾ ഭവിഷ്യത്തുണ്ടാക്കുന്ന, മക്കളുടെ രക്തത്തിൽ അത് കലർന്നാൽ, അതുപോലെ തന്നെ നമ്മൾ ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥരായ മനുഷ്യരുടെ രക്തത്തിൽ ഹറാമ് കലർന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ ദുബൈയിലൊക്കെ ഉള്ള സമയത്ത് ബിസിനസ്സൊക്കെ അടുത്ത് പാർട്ട്ണർഷിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ അത് കണക്കെടുത്തിട്ട് പ്രോഫിറ്റ് ഒന്നും കൊടുക്കാതെ അങ്ങനെ ശേഖരിച്ച് അന്യൻ്റെ ഹക്ക് നമ്മളെ പോക്കറ്റിലുണ്ട്. എന്നിട്ട് അതാണ് എൻ്റെ കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്യണേ, ഇടപാട് തീർത്തിട്ടില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് നടത്തേണ്ട കാര്യങ്ങളാണ്
സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത് അതിൽ നമ്മൾ കഠിനമായ ഒരു പ്ലാൻ നമുക്കുണ്ടാവണം, അച്ചടക്കം ഉണ്ടാവണം, അതിൽ ദാനധർമ്മങ്ങൾ ഉണ്ടാവണം, അതുപോലെ ഹറാമായ എല്ലാ കാര്യങ്ങളെയും വിട്ടുപോകാനുള്ള ശേഷിയും ഇച്ഛാശക്തിയും നമ്മൾ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. അങ്ങനെ പ്രകടിപ്പിച്ച ഒരാളെയും പടച്ചോൻ കുടുക്കിയിട്ടില്ല. വെറുതെ നമ്മൾ എന്തിനാ സ്വതക്കത്തും മീമാൽ സ്വതക്ക കൊടുത്തിട്ട് ഒരാൾ ധനം കുറഞ്ഞിട്ടില്ല. അതിന് ഗ്യാരണ്ടി ആരാണ്? അള്ളയാണ്. അപ്പോൾ അതുകൊണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത് നിങ്ങളോട് പറയാനുള്ള സാമ്പത്തികമായ അച്ചടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ഉണ്ടാവുമ്പോഴും ഇല്ലാത്തപ്പോഴും സാമ്പത്തികമായ അച്ചടക്കം ഉണ്ടാവുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രസ്ഥാന പ്രവർത്തനത്തിലെ സജീവത നമ്മളെല്ലായിടത്തും നിലനിർത്തണം. നമ്മളേറ്റവും അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിച്ചത് പ്രവർത്തനത്തിനാണ്. അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിച്ചത് നമ്മളൊരു എൻഗേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രസ്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പ്രവർത്തിക്കുന്ന ശൈലി സിസ്റ്റമൊക്കെ വ്യത്യാസം ഉണ്ടാവും. നാട്ടിലെത്തുമ്പോൾ ടോട്ടലി വേറെ ശൈലിയായിരിക്കും. അതിന് നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ പാർട്ട് എപ്പോഴും എന്ത് ചെയ്യണം? കുറവായി. അതിൽ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? നമ്മളൊക്കെ സജീവരായ ആളുകളായിരിക്കും. ചിലപ്പോൾ ഉമ്മ സജീവമായിരിക്കും, ചിലപ്പോൾ ഉപ്പ സജീവമായിരിക്കും, ചിലപ്പോൾ മകൻ സജീവമായിരിക്കും. ഇങ്ങനെ ആരാണോ സജീവമാകുന്നത് അവരുടെ കുടുംബത്തെ പ്രസ്ഥാനവുമായി കണക്ട് ചെയ്ത് നിർത്താനുള്ള വലിയൊരു ടാസ്ക് നമ്മൾ എന്ത് ചെയ്യണം? നേടിയെടുക്കുക. ഇപ്പം നമ്മളൊക്കെ മരിച്ചു പോയാൽ മിന്ന ഖലഖ്നാകും വഫീഹാ നുഈദുകും ഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്നൊക്കെ പറഞ്ഞ് 3 പിടി മണ്ണ് ഇടും. ഈ 3 പിടി മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുകളിൽ മണ്ണ് വാരി ഇടാൻ പാടില്ല. ആ വീട്ടിൽ പിന്നെ ആരുണ്ടാവില്ല? ഇസ്ലാമോ ഇസ്ലാമിക പ്രസ്ഥാനം ഇല്ലാത്ത അവസ്ഥ. ബാപ്പ പോയി, മകനതല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ ഒരിക്കലും നമ്മുടെ വീട്ടിലുണ്ടാവരുത്. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാം നമ്മുടെ പ്രസ്ഥാനവുമായി കണക്ട് ചെയ്യുന്ന ഒരു പദ്ധതി നമ്മളെപ്പോഴും ആവിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രസ്ഥാന പ്രവർത്തനത്തിലെ സജീവത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യം ഏറ്റവും പ്രധാനമായി നിർവഹിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ തുടക്കത്തിൽ നിങ്ങളെല്ലാം കണക്ട് ചെയ്ത് നിർത്തിയത് ആരാണ്? അപ്പോൾ ആ പ്രസ്ഥാനത്തോട് നമുക്ക് ശുക്റുണ്ട്, പടച്ചോനോട് ശുക്റുണ്ട്, നബിനോട് ശുക്റുണ്ട്, പ്രസ്ഥാനത്തോട് നമുക്ക് ആ പ്രസ്ഥാനത്തോടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം പ്രസ്ഥാനവുമായി ചേർത്ത് നിർത്തുമെന്നതാണ് ആ ഒരു പ്രതിജ്ഞ നമ്മൾ. അപ്പോൾ രക്ഷിതാക്കളൊക്കെ കുട്ടികളൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ അതിനുള്ള ശ്രദ്ധ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവസാനമായി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മളൊക്കെ കഴിച്ചിലാവണം, രക്ഷപ്പെടണം എന്ന ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാവണം. കഴിച്ചിലാവാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവാസികളായത്. ആ കഴിച്ചിലാവണതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, ആ രക്ഷപ്പെടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സ്വന്തം മകൻ നരകത്തിലേക്ക് ഇങ്ങനെ വീഴുന്നതൊരു ഉമ്മ കണ്ടാൽ ആ ഉമ്മ പറയില്ല എൻ്റെ മോൻ വീണല്ലോ അല്ലാന്ന് പറയാത്തൊരു ലോകം. അവിടെ മക്കളില്ല, ബന്ധങ്ങളില്ല. എൻ്റെ ഉമ്മ മരിച്ചു, ഉമ്മ എന്ന് ഓർത്താൽ എൻ്റെ തൊണ്ട ഇടറും, കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. നിങ്ങളതൊക്കെ അങ്ങനെ തന്നെയാണ്. ഉപ്പാനെ ഓർത്താൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഉപ്പാനും ഉമ്മാനും കാണും, ഒപ്പിയൊന്നും മെയിൻ്റെ ചെയ്യില്ല. കാരണം അവിടെ ആരില്ല, മകനില്ല, ഉപ്പല്ല, ഉമ്മയില്ല. പിന്നെ സ്വർഗത്തിലെത്തിന് ശേഷമുള്ള ഈ ബന്ധം ഉണ്ടാവുള്ളൂ. കാരണം അവിടെ അവനാൻ്റെ കാര്യം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വെച്ചുത്തിപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഓടി കളിക്കുമ്പോൾ ഇവിടെ നിന്ന് വഴുതി വീണാൽ ഇവിടെ ഈ സദസ്സിൽ അതിൻ്റെ ഉമ്മ ഇരിക്കേണ്ട ആ ഉമ്മ എഴുന്നേറ്റ് ഓടി വരൂലേ? നരകത്തേക്ക് വീണ കണ്ട ഉമ്മ പറയില്ല യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ. അപ്പം സന്തോഷത്തോടു കൂടി ഈ സംഗമത്തിലൊക്കെ ഒരുമിച്ച് കൂടിയതുപോലെ കുടുംബസമേതം സ്വർഗത്തിൽ പോവാനുള്ള ഇനാവാണ്, സ്വപ്നമാണ് നമ്മളെപ്പോഴും താലോലിച്ച് നിലനിർത്തേണ്ട സ്വപ്നം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് നമ്മൾ ഡിസൈൻ ചെയ്യും. സഹാബികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ സഹാബികളും സ്വർഗം തരാമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. അടുത്ത മീറ്റിങ്ങിലും ആര് ചോദിക്കും എനിക്ക് സ്വർഗം കിട്ടൂലേ എന്ന് ആര് ചോദിക്കും? അബൂബക്കർ. എന്നാ ഇനി തരാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത മീറ്റിങ്ങിൽ ആര് ചോദിക്കും? ഒരു ദിവസം റസൂലുള്ളാഹി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. സ്വർഗത്തിന് 8 കവാടങ്ങൾ. ബാബുൽ ഈമാൻ, ബാബു സ്വല, ബാബു സ്വദഖ, ബാബു റയ്യാൻ, ബാബുൽ ഹജ്ജ്, ബാബു സബർ, ബാബുൽ വുളൂ, ബാബുൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ബാബുൽ കാളിമീനൽ ഗൈൽ. അങ്ങനെ ഓരോ ഗേറ്റാണ്. ഈ ഗേറ്റിലൂടെ ഇതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു 8 കവാടങ്ങളിലൂടെ ഞാൻ പോവോ?
അൻത മിൻഹും, താങ്കൾ അവരിൽപ്പെട്ടവനാണ്. 8 കവാടത്തിൽ ഏതിലൂടെ നിങ്ങൾക്ക് പോകാം, സ്വർഗാവകാശിയാണ്. നിഅമ ഖൈറുസ് സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീന ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീന. ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീൻ. മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് അല്ലാഹു ഒരു നേതാവിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ എല്ലാ സമയവും സ്വർഗത്തിനെ കുറിച്ച് ബേജാറോ ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇസ്രാ മിറാജിന്റെ സമയമാണല്ലോ. ഇപ്പോൾ ഇസ്രാ നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം കാണിച്ചു. ആ സ്വർഗത്തിലൊരു വീടുണ്ട്. ആ വീട് ആരുടേതാണ്? ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീൽ പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വീടാണ്. ഈ ഭൂമിയിൽ സ്വർഗത്തിലൊരു വീട് തന്നെ പർച്ചേസ് ചെയ്ത മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചത്? നിങ്ങൾ അബൂ ഹുദൈഫ എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ട്, സഹാബിയുണ്ട്. ആ സഹാബിൻ്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു. ഇന്ന ആളുകളൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആരോടത് വെളിവാക്കൂല. അങ്ങനെ വെളിവാക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്ത്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടാൽ എന്ത് ചെയ്യും? അബൂ ഹുദൈഫ ഓടും. കാരണം ഉമർ ഈ ലിസ്റ്റിലുള്ള ആളുകളെ ശരിയാക്കുമെന്ന് ആർക്കറിയാം? പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആലിംഗനം ചെയ്തിട്ട് ചോദിക്കണ ചോദ്യം, അബൂ ഹുദൈഫ, ഈ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ? സാധുവായ ഉമറിന്റെ പേരുണ്ട്. ലൗകാന ബഅദി നബിയ്യുൻ ലകാന ഉമറുൽ ഖത്താബ് ലാ നബിയ്യ ബഅദി അന ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ. എൻ്റെ ശേഷം ഈ ഉമ്മത്തിനൊരു പ്രവാചകൻ അല്ലാഹു നിശ്ചയിക്കുമായിരുന്നെങ്കിൽ അത് ഖത്താബിൻ്റെ മകൻ ഉമറാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനുഷ്യനാണ് ചോദിക്കണേ. എവിടെ? മുനാഫിക്കുകളുടെ ലിസ്റ്റിലാണ്. അപ്പോൾ എങ്ങനെ കഴിച്ചിലാവും തോന്നിയാലും കഴിച്ചിലാവൂലേ എന്നുള്ള ബേജാറുള്ളോ മാത്രമാണ് രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബാക്കിയൊക്കെ മാറ്റി വെച്ച് നമ്മളെങ്ങനെ സംഗമത്തിനും ഇങ്ങനെ ചേർത്ത് നിർത്താനും ഈ സന്തോഷത്തിനും നിമിത്തമായ ഒരു ഘടകത്തെ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക. എല്ലാ സഹാബികളും ഒരു ദിവസം കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ മിഡിൽ ഈസ്റ്റ് സെക്ടറുകളിലേക്കും ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ Explore the world with ease. Top 10 Travel and Tours, your gateway to breathtaking destinations. Dubai, Doha, Jeddah, Riyadh, Dammam. ഇനി ഓൺലൈൻ നിരക്കിനേക്കാൾ വില കുറഞ്ഞ ടിക്കറ്റുകൾ കിട്ടും. Book now with Top 10 Travel and Tours, the wings of trust.